ഹായ് എല്ലാവർക്കും SCERT സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് 8ാം ക്ലാസ്സിലെ ബയോളജിയിലെ 9ാമത്തെ ചാപ്റ്ററായ കോശങ്ങളും കോശജാലങ്ങളും എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് സെൽ ബയോളജി അല്ലെങ്കിൽ കോശവിജ്ഞാനീയം എന്താണെന്ന് നോക്കാം. 17ാം നൂറ്റാണ്ടിലെ ഒരു സംഭവമാണിത്. റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞൻ തൻ്റെ മൈക്രോസ്കോപ്പിലൂടെ ഒരു നേർത്ത കോർക്ക് കഷണത്തെ നിരീക്ഷിക്കുകയുണ്ടായിരുന്നു. അടുക്കി വച്ചിരിക്കുന്ന പെട്ടികൾ പോലുള്ള ചെറുഭാഗങ്ങൾ. അവ ഒന്നല്ല, 1000 എണ്ണം. അറകൾ എന്ന അർത്ഥത്തിൽ അവയെ അദ്ദേഹം സെല്ലുകൾ അല്ലെങ്കിൽ കോശങ്ങൾ എന്ന് വിളിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ ആന്റൺ വാൻ ല്യൂവൻഹുക്ക് കുളത്തിൽ നിന്നെടുത്ത ജലത്തെ കുറെ കൂടി മെച്ചപ്പെട്ട മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ നിരീക്ഷിക്കുകയും സൂക്ഷ്മജീവികളെ കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ എന്താണ്, കോശങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് കോശവിജ്ഞാനീയം അല്ലെങ്കിൽ സെൽ ബയോളജി. കോശങ്ങൾ ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്? കോശങ്ങളെ ആദ്യമായിട്ട് കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. 1665 റോബർട്ട് ഹുക്കാണ് കോശങ്ങൾ ആദ്യമായിട്ട് കണ്ടെത്തിയത്. കോശങ്ങളുടെ കണ്ടെത്തലിലേക്ക് നയിച്ചത് എന്താണ്? മൈക്രോസ്കോപ്പിലൂടെയുള്ള ഒരു നേർത്ത കോർക്ക് കഷണത്തിൻ്റെ നിരീക്ഷണമാണ് കോശങ്ങളുടെ കണ്ടെത്തലിലേക്ക് നയിച്ചത്. കോശം അല്ലെങ്കിൽ സെൽ എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? കോശം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് റോബർട്ട് ഹുക്കാണ്. സെല്ലുകൾ അല്ലെങ്കിൽ കോശങ്ങൾ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് അറകൾ. സെല്ലുകൾ എന്ന വാക്കിൻ്റെ അർത്ഥം അറകൾ എന്നാണ്. കുളത്തിലെ ജലം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് സൂക്ഷ്മജീവികളെ കണ്ടെത്തിയത് ആന്റൺ വാൻ ല്യൂവൻഹുക്കാണ്. കുളത്തിലെ ജലം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് സൂക്ഷ്മജീവികളെ കണ്ടെത്തിയത് ആന്റൺ വാൻ ല്യൂവൻഹുക്കാണ്. സൂക്ഷ്മജീവികളെ അനിമൽ ക്യൂൾസ് ആണ് സൂക്ഷ്മജീവികളെ അനിമൽ ക്യൂൾസ് എന്ന് വിളിച്ചു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കോശവിജ്ഞാനീയത്തിൻ്റെ നാൾവഴികൾ. കോശവിജ്ഞാന മേഖലയിലെ പ്രധാന കണ്ടെത്തലുകൾ നടത്തിയ ശാസ്ത്രജ്ഞന്മാരിൽ ചിലരെ പരിചയപ്പെടാം. മത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ. എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ജേക്കബ് ഷ്ലീഡനാണ്. എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയതാണ് ജേക്കബ് ഷ്ലീഡനാണ്. ഏത് വർഷമാണ്? 1838 ജേക്കബ് ഷ്ലീഡന് എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. നെക്സ്റ്റ് ആണ് തിയോഡർ ഷ്വാനൻ. എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാനാണ്. എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷ്വാനാണ്. നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന ആശയം അവതരിപ്പിച്ചത് റുഡോൾഫ് വിർഷാണ്. അപ്പോൾ എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? അത് തിയോഡർ ഷ്വാനാണ്. എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ജേക്കബ് ഷ്ലീഡനാണ്. നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്ന ആശയം അവതരിപ്പിച്ചത് റുഡോൾഫ് വിർഷാണ്. ഏത് വർഷമാണ്? 1855 ജേക്കബ് ഷ്ലീഡൻ കണ്ടെത്തിയ എല്ലാ സസ്യങ്ങളും കോശങ്ങളിൽ നിന്ന് കണ്ടെത്തിയ വർഷം 1838 1839 തിയോഡർ ഷ്വാന് എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത്. റുഡോൾഫ് വിർഷ കണ്ടെത്തലിൻ്റെ വർഷം ഏതായിരുന്നു? 1855. 19ാം നൂറ്റാണ്ടിലെ വിവിധ ശാസ്ത്രജ്ഞരുടെ ഈ നിരീക്ഷണ ഫലങ്ങളെല്ലാം സമന്വയിപ്പിച്ച് രൂപീകരിച്ചതാണ് കോശ സിദ്ധാന്തം. ഇത് കോശവിജ്ഞാനീയത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തമാണ്. അപ്പോൾ എന്താണ് സെൽ തിയറി അല്ലെങ്കിൽ കോശ സിദ്ധാന്തം? കോശവിജ്ഞാനീയത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തമാണ് കോശ സിദ്ധാന്തം. 19ാം നൂറ്റാണ്ടിലെ വിവിധ ശാസ്ത്രജ്ഞരുടെ നിരീക്ഷണ ഫലങ്ങളെല്ലാം സമന്വയിപ്പിച്ചിട്ടാണ് കോശ സിദ്ധാന്തം രൂപീകരിച്ചത്. കോശ സിദ്ധാന്തത്തിൻ്റെ പ്രധാന ആശയങ്ങൾ നോക്കാം. എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് കോശം. മുൻപ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത്. എന്താണ് കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറിയുടെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? അത് കോശമാണ്. മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് മൈക്രോസ്കോപ്പുകളെ കുറിച്ചാണ്. മൈക്രോസ്കോപ്പുകൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത കോശങ്ങളെയും സൂക്ഷ്മജീവികളെയും കുറിച്ച് മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. ഏതുപകരണം? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത കോശങ്ങളെയും സൂക്ഷ്മജീവികളെയും കുറിച്ച് മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന ഉപകരണം ഏതാണ്? മൈക്രോസ്കോപ്പാണ്. സാധാരണ മൈക്രോസ്കോപ്പുകളിൽ വസ്തുക്കളെ വലുതായി കാണാൻ സഹായിക്കുന്നതിന് മുഖ്യ പങ്കുവഹിക്കുന്ന ഘടകമാണ് ലെൻസുകൾ. സാധാരണ മൈക്രോസ്കോപ്പുകളിൽ വസ്തുക്കളെ വലുതാക്കി കാണാൻ സഹായിക്കുന്നതിന് മുഖ്യ പങ്കുവഹിക്കുന്ന ഘടകം ഏതാണ്? അത് ലെൻസുകളാണ്. മനുഷ്യനേത്രത്തിന് മതിയായ പ്രകാശത്തിൽ 0.2
മില്ലിമീറ്റർ അകലത്തിൽ ഉള്ള രണ്ട് ബിന്ദുക്കളെ തമ്മിൽ വേർതിരിച്ചറിയാൻ സഹായിക്കുന്ന ദൂരമാണ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ കണ്ണിൻ്റെ റെസൊല്യൂഷൻ കേട്ടോ. മനുഷ്യനേത്രത്തിന് മതിയായ പ്രകാശത്തിൽ 0.2 മില്ലിമീറ്ററിനേക്കാൾ കുറഞ്ഞ അകലത്തിലുള്ള ബിന്ദുക്കളെ വേർതിരിച്ച് കാണാൻ ലെൻസ് ആവശ്യമാണ്. എത്ര മില്ലിമീറ്ററാണ്? 0.2 മില്ലിമീറ്ററിനേക്കാൾ കുറഞ്ഞ അകലത്തിലുള്ള ബിന്ദുക്കളെ വേർതിരിച്ച് കാണാൻ ലെൻസ് ആവശ്യമാണ്. ഇനി ലെൻസിൻ്റെ ഉപയോഗം നോക്കാം. ലെൻസുകൾ ഉപയോഗിക്കുന്നതിലൂടെ വസ്തുക്കളുടെ വലിപ്പം വർദ്ധിക്കുന്നു. ഇത് കണ്ണിൻ്റെ റെസൊല്യൂഷനെ വർദ്ധിപ്പിക്കുകയും കൂടുതൽ സൂക്ഷ്മമായ കാഴ്ച. അപ്പോൾ ലെൻസിൻ്റെ ഉപയോഗമാണ്. ലെൻസുകൾ ഉപയോഗിക്കുന്നതിലൂടെ വസ്തുക്കളുടെ വലിപ്പം വർദ്ധിക്കുന്നു. ഇത് കണ്ണിൻ്റെ റെസൊല്യൂഷനെ വർദ്ധിപ്പിക്കുകയും കൂടുതൽ സൂക്ഷ്മമായ കാഴ്ച സാധ്യമാക്കുകയും ചെയ്യുന്നു. വസ്തുക്കളെ വലുതാക്കി കാണിക്കാനുള്ള ലെൻസിൻ്റെ കഴിവിനെ എന്താ പറയുന്നത്? വസ്തുക്കളെ വലുതാക്കി കാണിക്കാനുള്ള ലെൻസിൻ്റെ കഴിവിനെയാണ് മാഗ്നിഫിക്കേഷൻ പവർ അല്ലെങ്കിൽ ആവർത്തന ശേഷി എന്ന് പറയുന്നത്. വസ്തുക്കളെ വലുതാക്കി കാണിക്കാനുള്ള ലെൻസിൻ്റെ കഴിവിനെയാണ് ആവർത്തന ശേഷി എന്ന് പറയുന്നത്. നിരീക്ഷണ വസ്തുവിനെ ഐപീസ് ലെൻസ് 10 ഇരട്ടി അതായത് 10x ആക്കിയിട്ടോ വലുതാക്കുകയോ ഒബ്ജക്റ്റീവ് ലെൻസ് 40x അതായത് 40 ഇരട്ടി വലുതാക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ആ മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി എത്രയാണ്? 400x ആണ്. നിരീക്ഷണ വസ്തുവിനെ ഐപീസ് ലെൻസ് 10x ഇരട്ടി വലുതാക്കുകയും ഒബ്ജക്റ്റീവ് ലെൻസ് 40x വലുതാക്കുകയും ചെയ്യുന്നെങ്കിൽ ആ മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി 400x ആണ്. സൂക്ഷ്മങ്ങളായ കോശങ്ങളെ നിരീക്ഷിക്കുന്നതിന് വിവിധ തരം മൈക്രോസ്കോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. വിവിധ തരത്തിലുള്ള മൈക്രോസ്കോപ്പുകൾ ഏതൊക്കെയാണ്? സിമ്പിൾ, കോമ്പൗണ്ട്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇനി നോക്കാം സിമ്പിൾ മൈക്രോസ്കോപ്പ് കേട്ടോ. സിമ്പിൾ മൈക്രോസ്കോപ്പാണിത്. ഓക്കെ, സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ഒറ്റ ലെൻസാണ്, അതായത് ഏത് ലെൻസാണ്? കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ഒറ്റ ലെൻസാണ് യൂസ് ചെയ്യുന്നത്, അത് കോൺവെക്സ് ലെൻസ് മാത്രം ഉപയോഗിക്കുന്നത്. വസ്തുക്കളുടെ 10 മടങ്ങ് വരെ വലിപ്പത്തിൽ കാണാൻ സാധിക്കുന്നു. 10 മടങ്ങ് വരെ വലിപ്പത്തിൽ കാണാൻ സാധിക്കുന്നത് സിമ്പിൾ മൈക്രോസ്കോപ്പിലാണ്. നെക്സ്റ്റ് ആണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണെങ്കിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഒന്നിലധികം ലെൻസുകൾ, അതായത് ഒബ്ജക്റ്റീവ് ലെൻസും ഐപീസും ഉപയോഗിക്കുന്നു. വസ്തുക്കളെ 1000 മടങ്ങ് വരെ വലിപ്പത്തിൽ കാണാൻ സാധിക്കും. സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ഒറ്റ ലെൻസ് മാത്രം ഉപയോഗിക്കുമ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലാണെങ്കിൽ ഒന്നിലധികം ലെൻസുകൾ ഉപയോഗിക്കുന്നു. ഒബ്ജക്റ്റീവ് ലെൻസും ഐപീസും ഉപയോഗിക്കുന്നു. സിമ്പിൾ മൈക്രോസ്കോപ്പിൽ 10 മടങ്ങ് വരെ വലിപ്പത്തിൽ കാണാൻ സാധിക്കും. പിന്നെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലാണെങ്കിൽ വസ്തുക്കളെ 1000 മടങ്ങ് വരെ വലിപ്പത്തിൽ കാണാനാകും. ഓക്കെ, നെക്സ്റ്റ് ആണ് മൈക്രോസ്കോപ്പിലൂടെ പിന്നെ ഭാഗങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും പരിചയപ്പെടേണ്ടതുണ്ട്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് നിരീക്ഷിച്ച് ചർച്ച ചെയ്യും. നോക്കട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗവും അതിൻ്റെ ധർമ്മങ്ങളുമാണ്. മൈക്രോസ്കോപ്പിൻ്റെ ഓരോ ഭാഗങ്ങളും അതിൻ്റെ ധർമ്മങ്ങളും. ഫസ്റ്റ് കാണുന്നതാണ് ഐപീസ് ലെൻസ്. ഐപീസ് ലെൻസാണ് ആദ്യത്തത്. ഐപീസ് ലെൻസാണ്. ഓക്കെ, ഐപീസ് ലെൻസിൻ്റെ ധർമ്മം എന്താണ്? കണ്ണിന് സമീപമുള്ള ലെൻസാണ് ഐപീസ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്നുള്ള പ്രതിബിംബത്തെ വീണ്ടും വലുതാക്കുന്നത് ഐപീസ് ലെൻസാണ്. ഇതാണ് ഐപീസ് ലെൻസാണ്, കണ്ണിന് സമീപമുള്ള ലെൻസാണ്. പിന്നെ ഒബ്ജക്റ്റീവ് ലെൻസിൽ നിന്നുള്ള പ്രതിബിംബത്തെ വീണ്ടും വലുതാക്കുന്നത് ഐപീസ് ലെൻസാണ്. രണ്ടാമത് കാണുന്നതാണ് ഏതാ? ബോഡി ട്യൂബ്. ഇതാണ് ബോഡി ട്യൂബ് കേട്ടോ. ബോഡി ട്യൂബിലാണ് ഒബ്ജക്റ്റീവ് ലെൻസിനെയും ഐപീസ് ലെൻസിനെയും ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ബോഡി ട്യൂബ്. ഐപീസ് ലെൻസിനെയും ഒബ്ജക്റ്റീവ് ലെൻസിനെയും ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഇതിനെ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ബോഡി ട്യൂബ്. ഈ പ്രകാശം കടത്തിവിടുന്ന ഭാഗം ബോഡി ട്യൂബാണ്. നെക്സ്റ്റ് ആണ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബുകൾ. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ് നോബുകളാണ് നിരീക്ഷണ വസ്തുവിനെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് നോബുകളാണ്. ഇതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബുകൾ. ഇത് നിരീക്ഷണ വസ്തുവിനെ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് നോബുകളാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റീവ് ലെൻസ് കേട്ടോ. ഒബ്ജക്റ്റീവ് ലെൻസ് നിരീക്ഷണ വസ്തുവിന് സമീപമുള്ള ലെൻസാണ് ഒബ്ജക്റ്റീവ് ലെൻസ് കേട്ടോ. ഇതാണ് എന്താ പറയുക, അഡ്ജസ്റ്റ്മെൻറ്റ് നോബുകൾ. ഇതാണ് കേട്ടോ അഡ്ജസ്റ്റ്മെൻറ്റ്
കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റും ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റും. ഈ വലിയ ഇതില്ലേ, ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇതാണ് കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇത് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്. ചെറുതാണ് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്, മുകൾ ഭാഗത്ത് കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇതാണ് എന്താ പറയുക, ഒബ്ജക്റ്റീവ് ലെൻസുകളാണ് ഈ കാണുന്ന രണ്ടെണ്ണം ഒബ്ജക്റ്റീവ് ലെൻസുകൾ. നിരീക്ഷണ വസ്തുവിന് സമീപമുള്ള ലെൻസാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. സാമ്പിളിൻ്റെ പ്രാഥമിക ആവർത്തനം നടത്തുന്നത് ഒബ്ജക്റ്റീവ് ലെൻസുകളാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ക്ലിപ്പുകൾ. സ്ലൈഡിനെ സ്റ്റേജിൽ ഉറപ്പിച്ച് നിർത്തുന്നത് സ്റ്റേജിൽ ഉറപ്പിച്ച് നിർത്തുന്നത് സ്റ്റേജ് ക്ലിപ്പുകളാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്റ്റേജ്. സ്ലൈഡ് വെക്കുന്ന സ്ഥലമാണ് സ്ഥലം ഏതാണ്, സ്റ്റേജ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഡയഫ്രം. നിരീക്ഷണ വസ്തുവിലേക്ക് എത്തുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതാണ് ഡയഫ്രം. ഏത് ഭാഗമാണ്, അത് ഡയഫ്രം ആണ്. ഓക്കെ, ലാസ്റ്റ് ആണ് കണ്ടൻസർ ലെൻസ്. പ്രകാശത്തെ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നത് കണ്ടൻസർ ലെൻസാണ്. ഭാഗം ഏതാണ്, അത് കണ്ടൻസർ ലെൻസാണ്. ഇത്രയും ഓക്കെയാണോ? അപ്പോൾ കണ്ണിന് സമീപമുള്ള ലെൻസ് ഏതാണ്, അത് ഐ പീസ് ലെൻസാണ്. ഒബ്ജക്റ്റീവ് ലെൻസിനെയും ഐ പീസ് ലെൻസിനെയും ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ബോഡി ട്യൂബ്. നിരീക്ഷണ വസ്തുവിനെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നത് ഏതാണ്, അത് അഡ്ജസ്റ്റ്മെൻറ്റ് നോബുകളാണ് സഹായിക്കുന്നത്. നിരീക്ഷണ വസ്തുവിന് സമീപമുള്ള ലെൻസ് ഏതാ, അത് ഒബ്ജക്റ്റീവ് ലെൻസാണ്. നിരീക്ഷണ വസ്തുവിന് സമീപമുള്ള ലെൻസാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. സ്ലൈഡിനെ സ്റ്റേജിൽ ഉറപ്പിച്ച് നിർത്തുന്നതാണെങ്കിൽ സ്റ്റേജ് ക്ലിപ്പുകൾ. സ്ലൈഡ് വെക്കുന്ന ഭാഗമാണ് സ്റ്റേജ്. പിന്നെ നിരീക്ഷണ വസ്തുവിലേക്ക് എത്തുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് ഡയഫ്രം ആണ്. പ്രകാശത്തെ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നതാണ് കണ്ടൻസർ ലെൻസ്. ഇത്രയാണ് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ആണ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈക്രോസ്കോപ്പ് എപ്പോഴും ഉറപ്പുള്ള പ്രതലത്തിൽ വെക്കുക. മൈക്രോസ്കോപ്പ് ഒരു കൈകൊണ്ട് താങ്ങി മറ്റേത് കൊണ്ട് അതിൻ്റെ അടിത്തറ പിടിച്ചു വേണം ഉയർത്താനും താഴ്ത്താനും. ലെൻസുകൾ വൃത്തിയാക്കാൻ മൃദുവായ ക്ലീനിങ് പേപ്പർ മാത്രം ഉപയോഗിക്കുക. മറ്റ് തുണികളോ ടിഷ്യൂ പേപ്പറുകളോ ഉപയോഗിക്കരുത്. ക്സൈലിൻ, മെത്തനോൾ എന്നിവ ലെൻസ് ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. താഴ്ന്ന മാഗ്നിഫിക്കേഷനിൽ നിന്ന് ഉയർന്നതിലേക്ക് ക്രമീകരിച്ച് ഫോക്കസ് ചെയ്യാനായിട്ട് ആദ്യം കുറഞ്ഞ പവറും പിന്നീട് കൂടിയ പവറും ഉപയോഗിക്കുക. സ്ലൈഡ് വെക്കുമ്പോൾ അത് സ്റ്റേജിൽ നന്നായി ഉറപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇലുമിനേഷൻ ക്രമീകരിക്കുന്നത് പ്രകാശത്തിൻ്റെ തീവ്രത കൂട്ടാനും കുറക്കാനും സഹായിക്കും. ഉപയോഗം കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പ് വൃത്തിയായി തുടച്ച് കവറിട്ട് സൂക്ഷിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് മൈക്രോസ്കോപ്പിൽ എവിടെയാണ് സ്ലൈഡ് വെക്കേണ്ടത്? എവിടെ വെക്കേണ്ടത്? അത് സ്റ്റേജിലാണ്. മൈക്രോസ്കോപ്പിൽ എവിടെയാണ് സ്ലൈഡ് വെക്കേണ്ടത്? സ്റ്റേജിലാണ്. സ്ലൈഡിലേക്കുള്ള പ്രകാശത്തെ ക്രമീകരിക്കുവാൻ സഹായിക്കുന്ന ഭാഗം ഏതാ? അത് ഡയഫ്രം ആണ്. ഡയഫ്രം. ഏതെല്ലാമാണ് മൈക്രോസ്കോപ്പിൻ്റെ ലെൻസുകൾ? ഐ പീസ്, ഒബ്ജക്റ്റീവ് ലെൻസുകളാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് നോക്കാം എന്താണെന്ന്. ഇതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. സാധാരണ മൈക്രോസ്കോപ്പിനേക്കാൾ 1 ദശലക്ഷം മടങ്ങിലധികം വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. സാധാരണ മൈക്രോസ്കോപ്പിനേക്കാൾ എത്രയും മടങ്ങ് 1 ദശലക്ഷം മടങ്ങിലധികം വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ജീവകോശങ്ങൾ, വൈറസുകൾ, തന്മാത്ര ഘടനകൾ എന്നിവയുടെ വിശദമായ നിരീക്ഷണത്തിന് ഇത് സഹായിക്കുന്നു. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പ്രകാശത്തിന് പകരം ഉപയോഗിക്കുന്നത് എന്താണ്? ഇലക്ട്രോൺ ബീംസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ കിരണാവലിയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പ്രകാശത്തിന് പകരം ഉപയോഗിക്കുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതാരാണ്? ജർമ്മൻകാരായ ഏണസ്റ്റ് റസ്ക, മാക്സ് നോൾ.
ഏണസ്റ്റ് റസ്ക ആൻഡ് മാക്സ് നോൾ 1934 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. ജർമ്മൻകാരായ ഏണസ്റ്റ് റസ്കയും മാക്സ് നോളും ഏണസ്റ്റ് റസ്കയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് 1934. സാധാരണ മൈക്രോസ്കോപ്പിൽ നിന്ന് വിഭിന്നമായിട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോണുകളെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ ഉപയോഗിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റുകളാണ്. സാധാരണ മൈക്രോസ്കോപ്പിൽ നിന്ന് വിഭിന്നമായിട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോണുകളെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റുകളാണ്. വിവിധ ആവശ്യങ്ങൾക്കായിട്ട് വിവിധ തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, അതായത് TEM, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ SEM. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പൊക്കെ വിവിധ തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളാണ്. ഓക്കെ, ഇനി അതിലുള്ള ലാബിലുകളാണ്. നാനോമീറ്റർ. ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁹ മീറ്ററാണ് ഒരു നാനോമീറ്റർ. 10⁻⁹ മീറ്ററാണ് ഒരു നാനോമീറ്റർ. ഒരു മൈക്രോമീറ്റർ എന്നതോ 10⁻�6 മീറ്ററാണ് ഒരു മൈക്രോമീറ്റർ. 10⁻�6 മീറ്ററാണ് ഒരു മൈക്രോമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ആണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെയും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെയും സവിശേഷതകൾ നോക്കാം. പ്രകാശത്തിൻ്റെ ആവശ്യകത കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് ആവശ്യമാണ്. പ്രകാശം ആവശ്യമാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് പ്രകാശം ആവശ്യമില്ല. ഇലക്ട്രോൺ കിരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോൺ കിരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ആവർത്തനശേഷി കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ കുറവാണ്. 1000 മടങ്ങ് വരെ വലിപ്പത്തിലാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ കാണുന്നത്. ഇതിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാണെങ്കിൽ ആവർത്തന ശേഷി വളരെ അധികമാണ്. സാധാരണ മൈക്രോസ്കോപ്പിനേക്കാൾ 1 ദശലക്ഷം മടങ്ങ് വരെ വലിപ്പത്തിൽ കാണാൻ കഴിയും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ. ഓക്കെ, ലെൻസ് ആണെങ്കിലോ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഗ്ലാസ് ലെൻസാണ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലാണെങ്കിൽ ഗ്ലാസ് ലെൻസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലാണെങ്കിൽ പ്രകാശം ആവശ്യമുണ്ട്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാണെങ്കിൽ പ്രകാശം ആവശ്യമില്ല. ആവർത്തനശേഷി കുറവാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാണെങ്കിൽ ആവർത്തനശേഷി വളരെ അധികമാണ്. ഓക്കെ, നെക്സ്റ്റ് എക്സ്റേ പഠനം, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, സാധാരണ മൈക്രോസ്കോപ്പ് എന്നിവയിലൂടെ കാണാൻ കഴിയുന്ന വലിപ്പ പരിധി നോക്കാം. എക്സ്റേ പഠനത്തിലൂടെ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ, പിന്നെ സാധാരണ മൈക്രോസ്കോപ്പിലും കാണാൻ കഴിയുന്ന വലിപ്പ പരിധി. എക്സ്റേ മൈക്രോസ്കോപ്പിലൂടെ ആണെങ്കിൽ 0.1 നാനോമീറ്റർ മുതൽ 10 നാനോമീറ്റർ വരെ കാണാൻ കഴിയും. 0.1 നാനോമീറ്റർ ടു 10 നാനോമീറ്റർ വരെയാണ് എക്സ്റേ പഠനത്തിലൂടെ കാണാൻ കഴിയുന്നത്. അതിൽ കാണാൻ കഴിയുന്ന വസ്തുക്കളാണ് ആറ്റം, DNA, പ്രോട്ടീനൊക്കെ എക്സ്റേ പഠനത്തിലൂടെ കാണാൻ കഴിയും. ആറ്റം, DNA, പ്രോട്ടീനും. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണെങ്കിൽ 1 നാനോമീറ്റർ ടു 100 മൈക്രോമീറ്റർ 1 നാനോമീറ്റർ ടു 100 മൈക്രോമീറ്റർ വരെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കാണാൻ കഴിയും. 1 നാനോമീറ്റർ മുതൽ 100 മൈക്രോമീറ്റർ വരെ. വൈറസ്, പ്രോട്ടീന്, ബാക്ടീരിയ, ഈസ്റ്റ്, ചുവന്ന രക്താണു, മൈറ്റോകോൺട്രിയ, സസ്യകോശം, ജന്തുകോശം ഇതൊക്കെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കാണാൻ കഴിയും. ഏതൊക്കെയാണ്? വൈറസ്, പ്രോട്ടീന്, ബാക്ടീരിയ, ഈസ്റ്റ്, ചുവന്ന രക്താണു, മൈറ്റോകോൺട്രിയ, സസ്യകോശം, ജന്തുകോശം ഇതൊക്കെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കാണാൻ കഴിയും. അതിലെത്രയാണ്? 1 നാനോമീറ്റർ മുതൽ 100 മൈക്രോമീറ്റർ വരെയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ വലിപ്പ പരിധി. സാധാരണ മൈക്രോസ്കോപ്പ് ആണെങ്കിൽ 1 മൈക്രോമീറ്റർ മുതൽ 100 മൈക്രോമീറ്റർ വരെ 1 മൈക്രോമീറ്റർ മുതൽ 100 മൈക്രോമീറ്റർ വരെ. അതിൽ ബാക്ടീരിയ, ഈസ്റ്റ്, ചുവന്ന രക്താണുക്കൾ, മൈറ്റോകോൺട്രിയ, സസ്യകോശം, ജന്തുകോശം, പാരമീസിയം, അണ്ഡം ഏതൊക്കെയാണ്? ബാക്ടീരിയ, ഈസ്റ്റ്, ചുവന്ന കോശങ്ങൾ, സസ്യകോശങ്ങൾ, മൈറ്റോകോൺട്രിയ, ജന്തുകോശം, പാരമീസിയം, അണ്ഡം ഇതൊക്കെ സാധാരണ മൈക്രോസ്കോപ്പിൽ കാണാൻ കഴിയും. 1 മൈക്രോമീറ്റർ മുതൽ 100 മൈക്രോമീറ്റർ വരെ. 0.1 നാനോമീറ്റർ മുതൽ 10 നാനോമീറ്റർ വരെ കാണാൻ കഴിയുന്നത് എക്സ്റേ മൈക്രോസ്കോപ്പിലാണെങ്കിൽ 1 നാനോമീറ്റർ മുതൽ 100 മൈക്രോമീറ്റർ വരെയാണെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ. 1 മൈക്രോമീറ്റർ മുതൽ 100 മൈക്രോമീറ്റർ വരെയാണ് സാധാരണ മൈക്രോസ്കോപ്പിൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇത്രയാണ് അതിലുള്ളത്.
നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് കോശങ്ങളെ നിരീക്ഷിക്കാം. സസ്യകോശങ്ങളെ, പ്ലാന്റ് സെല്ല് നോക്കാം. ജീവജാലങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാ ജീവജാലങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണ്. ഒറ്റ കോശജീവികൾ മുതൽ സങ്കീർണമായ ബഹുകോശ ജീവികൾ വരെ എല്ലാ ജീവരൂപങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണ്. സസ്യങ്ങളുടെ അതിസങ്കീർണമായ ശരീരഘടന രൂപപ്പെടുന്നത് വ്യത്യസ്ത ആകൃതിയിലും വലിപ്പത്തിലുമുള്ള കോശങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതിലൂടെയാണ്. ഓരോ കോശവും അതിൻ്റെതായ ഘടനയോടുകൂടി ധർമ്മത്തോടുകൂടി സസ്യത്തിൻ്റെ വിവിധ ജീവശാസ്ത്രപരമായ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് ആണ്. സസ്യകാണ്ഡത്തിൻ്റെ ഛേദം, ഇലയുടെ ഛേദം എന്നിവ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക. അതിന് ഫസ്റ്റ് സ്ലൈഡ് തയ്യാറാക്കുക. ഒരു വൃത്തിയുള്ള സ്ലൈഡിൽ വളരെ നേർത്ത ഛേദം എടുക്കുക. ഛേദം നടുവിലായിട്ട് വെക്കുക. എയർ ബബിൾ ഇല്ലാതെ കവർ സ്ലിപ്പ് ഇടുക. ഇനി അത് സ്റ്റെയിൻ ചെയ്യൽ എങ്ങനെ നോക്കാം. സഫ്രാനിൻ പോലുള്ള സ്റ്റെയിനുകൾ കോശഭാഗങ്ങളെ വ്യക്തമായി കാണാൻ സഹായിക്കുന്നു. അധികമുള്ള സ്റ്റെയിന് നീക്കം ചെയ്യുക. നെക്സ്റ്റ് ആണ് ഫോക്കസ് ചെയ്യൽ. ലോ പവറിൽ ശ്രദ്ധയോടെ ഫോക്കസ് ക്രമീകരിക്കുക. കാണ്ഡത്തിലെ കോശങ്ങൾ പോലെയല്ല ഇലയിലെ എന്താ നിഗമനം, നമുക്കതിൽ കാണാൻ കഴിയുന്ന നിഗമനം എന്താണ്? കാണ്ഡത്തിലെ കോശങ്ങൾ പോലെയല്ല ഇലയിലെ കോശങ്ങൾ. കാഴ്ചയിൽ വൈവിധ്യമുണ്ടെങ്കിലും ഈ കോശങ്ങളുടെ എല്ലാം അടിസ്ഥാന ഘടന ഒരുപോലെയാണ്. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ റെക്കോർഡ് തയ്യാറാക്കണം. പരീക്ഷണം ചെയ്തതിൻ്റെ തെളിവും സംക്ഷിപ്ത രേഖയുമാണ് പ്രാക്ടിക്കൽ റെക്കോർഡ്. ഇതിൽ ഉൾപ്പെടുത്താവുന്ന ശീർഷകങ്ങൾ എന്തൊക്കെ നോക്കാം. പരീക്ഷണത്തിൻ്റെ പേര്, ലക്ഷ്യം, ആവശ്യമായ സാമഗ്രികൾ, പ്രവർത്തനക്രമം, നിരീക്ഷണം, നിഗമനം എന്നിവയാണ് അതിൻ്റെ ഉൾപ്പെടുത്താവുന്ന ശീർഷകങ്ങൾ. ഓക്കെ, ഇതാണ് സസ്യത്തിൻ്റെ സ്ട്രക്ചർ, സസ്യകോശത്തിൻ്റെ സ്ട്രക്ചർ, ഘടന. നമുക്ക് നോക്കാം. കോശത്തിൻ്റെ സജീവത നിലനിർത്താൻ ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഊർജം, പ്രോട്ടീന്, സംരക്ഷണം, സംവഹനം, നിയന്ത്രണം. കോശത്തിൻ്റെ സജീവത നിലനിർത്താൻ ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഊർജം, പ്രോട്ടീൻ, സംരക്ഷണം, സംവഹനം, നിയന്ത്രണം. ജീവൻ്റെ അടിസ്ഥാന ഘടകമെന്ന നിലയിൽ കോശങ്ങൾക്ക് ചില പൊതു സവിശേഷതകളുണ്ട്. പ്ലാസ്മ തരം, കോശദ്രവ്യം, മർമ്മം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് കോശഭിത്തിയാണ്. കോശഭിത്തി അല്ലെങ്കിൽ സെൽ വാള്. കോശഭിത്തി അല്ലെങ്കിൽ സെൽ വാൾ എന്താ നോക്കാം. കോശസ്തരത്തിന് പുറത്തുള്ള കാഠിന്യമുള്ള പാളിയാണ് കോശഭിത്തി. കോശസ്തരത്തിന് പുറത്തുള്ള കാഠിന്യമുള്ള പാളിയാണ് കോശഭിത്തി. ഇത് കോശത്തിന് സംരക്ഷണവും ആകൃതിയും നൽകുന്നു. സസ്യങ്ങളിലെ കോശഭിത്തി മുഖ്യമായിട്ടും സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോശസ്തരത്തിന് പുറത്തുള്ള കാഠിന്യമുള്ള പാളിയാണ് കോശഭിത്തി. ഇത് കോശത്തിന് സംരക്ഷണവും ആകൃതിയും നൽകുന്നുണ്ട്. സസ്യങ്ങളിലെ കോശഭിത്തി മുഖ്യമായിട്ടും ഏത് പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് കോശസ്തരം അഥവാ പ്ലാസ്മ സ്തരം. പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരം എന്താണെന്ന് നോക്കാം. കോശത്തെ പൊതിയുന്ന നേർത്തതും വഴക്കമുള്ളതുമായ പാളിയാണ് കോശസ്തരം. പദാർത്ഥങ്ങൾ കോശത്തിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തു കടക്കുന്നതും ഈ സ്തരത്തിലൂടെയാണ്. എല്ലാ പദാർത്ഥങ്ങളെയും പ്ലാസ്മ സ്തരം കടത്തിവിടുന്നില്ല. അതിനാൽ പ്ലാസ്മ സ്തരം ഒരു വർണ്ണതാര്യ സ്തരമാണ്, അതായത് സെമി പെർമിയബിൾ മെംബ്രെയിനാണ് എന്നറിയപ്പെടുന്നു. കോശസ്തരത്തിൻ്റെ ഘടന ചിത്രീകരിക്കുന്നത് ഇതാണ്. കോശസ്തരത്തിൻ്റെ ഘടന. അപ്പോൾ എന്താണ് ധർമ്മം? എന്താണ് കോശത്തിന്? ഇപ്പോൾ കോശത്തെ പൊതിയുന്ന നേർത്തതും വഴക്കമുള്ളതുമായ പാളി ഏതാണ്? കോശസ്തരമാണ്. പദാർത്ഥങ്ങൾ കോശത്തിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തു കടക്കുന്നതും ഈ സ്തരത്തിലൂടെയാണ്, അതായത് പ്ലാസ്മ മെംബ്രെയിനിലൂടെയാണ് കടക്കുന്നത്. എല്ലാ പദാർത്ഥങ്ങളെയും കടത്തിവിടാത്തതിനായിട്ട് പ്ലാസ്മ സ്തരം അറിയപ്പെടുന്നത് സെമി പെർമിയബിൾ മെംബ്രെയിൻ അല്ലെങ്കിൽ വർണ്ണതാര്യ സ്തരം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ജീവദ്രവ്യം കേട്ടോ. ജീവദ്രവ്യം ഈ പ്ലാസ്മ മെംബ്രെയിനിൽ എന്തൊക്കെയുണ്ട്? പ്രോട്ടീൻ തന്മാത്ര ഉണ്ട്, ലിപ്പിഡ് ഇരട്ടപ്പാളി ഉണ്ട്, പ്രോട്ടീൻ തന്മാത്ര ഉണ്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം. മർമ്മവും കോശദ്രവ്യവും ഉൾപ്പെടുന്ന കോശസ്തരത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് ജീവദ്രവ്യം. മർമ്മവും കോശദ്രവ്യവും ഉൾപ്പെടെ സ്ഥലത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് ജീവദ്രവ്യം.
ഓക്കെ, ഇനി കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം നോക്കാം. കോശത്തിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രാവകം ഇത് എല്ലാ കോശങ്ങളെയും യഥാസ്ഥാനത്ത് നിലനിർത്തുകയും നിരവധി രാസപ്രവർത്തനങ്ങൾ മാധ്യമമായിട്ട് വർത്തിക്കുകയും ചെയ്യുന്നത് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസമാണ്. കോശത്തിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രാവകമാണ് ഇത് എല്ലാ കോശങ്ങളെയും യഥാസ്ഥാനത്ത് നിലനിർത്തുകയും നിരവധി രാസപ്രവർത്തനങ്ങൾ മാധ്യമമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു.